Question number 1. Why did the people admire the statue of Happy Prince? എന്തുകൊണ്ടാണ് ജനങ്ങൾ ഹാപ്പി പ്രിൻസിൻ്റെ സ്റ്റാച്ചു അഡ്മയർ ചെയ്തത്? അഡ്മയർ എന്ന് പറഞ്ഞാൽ ആരാധിച്ചത്. The statue of Happy Prince was covered with thin leaves of fine gold. He had 2 bright sapphires for eyes. A large red ruby glowed on his sword hilt. He was always happy. That's why the people admired the statue of Happy Prince. Second question. Pick out the sentences that show the admiration for Happy Prince. Admiration എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധന. പിക്ക് ഔട്ട്, എടുത്തെഴുതുക. അത് ഹാപ്പി പ്രിൻസിനോടുള്ള ആരാധന സൂചിപ്പിക്കുന്ന ചില സെൻറ്റൻസസ്, വാചകങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് നിങ്ങൾ എടുത്തെഴുതുക. Be like the Happy Prince. He never cries for anything. നമ്മൾ ഹാപ്പി പ്രിൻസിനെ പോലെ ആയിരിക്കണം. അവൻ ഒരിക്കലും ഒന്നിനു വേണ്ടിയും കരഞ്ഞിട്ടില്ല. സെക്കൻഡ് സെൻറ്റൻസ്. I am glad there is someone in the world who is quite happy. ഞാൻ വളരെ സന്തോഷവാനാണ്, കാരണം എപ്പോഴും സന്തോഷവാനായിരിക്കുന്ന ഒരാൾ ഈ ലോകത്തുണ്ടല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ. ഹാവ് യു സീൻ ബേർഡ്സ് മേക്കിംഗ് നെസ്റ്റ്? വെർ ഡു ദേ നെസ്റ്റ്? നിങ്ങൾ കിളികൾ കൂട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? എവിടെയാണ് അവർ കൂടുണ്ടാക്കുന്നത്? യെസ്, ഐ ഹാവ് സീൻ ബേർഡ്സ് മേക്കിംഗ് നെസ്റ്റ്. They make nest on the branches of the tree. Fourth question. Why did the swallow decide to stay between the feet of statue? എന്തുകൊണ്ടാണ് സ്വാലോ ആ സ്റ്റാച്ചുവിൻ്റെ കാൽപാദങ്ങൾക്കിടയിൽ താമസിക്കാമെന്ന് തീരുമാനിച്ചത്? Swallow and his friends were on the way to Egypt to save them from the winter. At night, Swallow had to rest. So, he decided to stay between the feet of the statue. Swallowയും അവൻ്റെ കൂട്ടുകാരും തങ്ങളെ തണുപ്പിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഈജിപ്തിലേക്ക് പറക്കുകയായിരുന്നു. അതിനിടയിൽ സേലോയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വന്നു, വിശ്രമിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ സ്റ്റാച്ചു കാണുകയും ആ സ്റ്റാച്ചുവിൻ്റെ കാൽപാദങ്ങൾക്കിടയിൽ താമസിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ദർ were no clouds in the sky. Then from where did the drops of water come? ആകാശത്ത് മേഘങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ മഴത്തുള്ളി വീണത്? The drops of water came from the eyes of Happy Prince. Sixth question. Why was the prince not aware of tears when he was alive? ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഹാപ്പി പ്രിൻസ് കണ്ണുനീരിനെക്കുറിച്ചൊന്നും അറിയാതെ പോയത്? ഹാപ്പി പ്രിൻസ് ലിവ്ഡ് ഇൻ എ പാലസ്. സോറോ വാസ് നോട്ട് അലൗഡ് ടു എൻറ്റർ ദർ. എവറിത്തിങ് അബൌട്ട് ഹിം വാസ് സോ ബ്യൂട്ടിഫുൾ. സോ ദ പ്രിൻസ് വാസ് നോട്ട് aware of tears when he was alive. Seventh question. What made the Happy Prince
sad. എന്താണ് ഹാപ്പി പ്രിൻസിനെ ദുഃഖിതനാക്കിയത്? After the death of Happy Prince, the courtiers set his statue up high in the middle of the city. From there, he saw all the ugliness and misery of the city. This made the happy prince sad. ഇവിടെ അഗ്ലിനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വൈകൃതങ്ങൾ, വൈരൂപ്യങ്ങളും, മിസറീസ്, യാതനകൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ. 8th question. Why was the boy crying? എന്തിനായിരുന്നു കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നത്? He was suffering from fever and was asking for orange. His mother had nothing to give him but river water. So he was crying. 9th question. Why was the swallow not ready to help the woman at first? എന്തുകൊണ്ടായിരുന്നു സ്വാലോ ആദ്യമേ ആ സ്ത്രീയെ സഹായിക്കാൻ തയ്യാറാവാതിരുന്നത്? The swallow's friends were waiting in Egypt. സ്വാലോയുടെ കൂട്ടുകാർ ഈജിപ്തിൽ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. He has to reach there. അവനവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. Moreover, the swallow did not like the boys. മാത്രമല്ല സ്വാലോയ്ക്ക് ആൺകുട്ടികളെ ഇഷ്ടവുമല്ല. Because some boys threw stones at him in last summer. കാരണം കഴിഞ്ഞ വേനലിൽ കുറച്ച് ആൺകുട്ടികൾ അവനു നേരെ കല്ലുകൾ എറിഞ്ഞിരുന്നു. So he was not ready to help the woman or mother at first. 10th question. Why do some children throw stones at animals and birds? Have you ever prevented them? എന്തിനാണ് കുട്ടികൾ മൃഗങ്ങളെയും പക്ഷികളെയും കല്ലെറിയുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ തടഞ്ഞിട്ടുണ്ടോ? Some children throw stones at animals and birds to hurt them. I always preventing my friends from hurting animals and birds. 11th question. Why did the swallow agree to be a messenger of Happy Prince? എന്തുകൊണ്ടാണ് സ്വാലോ ഹാപ്പി പ്രിൻസിൻ്റെ മെസ്സഞ്ചർ ആവാമെന്ന് സമ്മതിച്ചത്? When the swallow refused to be a messenger of Happy Prince, the prince looked so sad. That's why he agreed to be a messenger of the Happy Prince. 12th question. Why did the swallow feel so warm? എന്തുകൊണ്ടാണ് സാലോയ്ക്ക് നല്ല ചൂട് ഉള്ളതുപോലെ അനുഭവപ്പെട്ടത്? Swallow felt so warm because he had done a good deed. കാരണം he had done a good deed. ഡീഡ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. നല്ലൊരു പ്രവൃത്തി ചെയ്തു എന്ന് തോന്നിയത് കൊണ്ടാണ് ചൂടുള്ളതുപോലെ ഫീൽ ചെയ്തത്. Will the swallow join his friends next day? അടുത്ത ദിവസം സ്വാലോ തൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ജോയിൻ ചെയ്യുമോ? No, the swallow would not join his friends the next day because the prince needed the help of the swallow. 14th question. I will
wait with you one night longer, said the swallow. Why did the swallow decide so? ഒരു രാത്രി കൂടി ഞാൻ നിനക്കായി കാത്തിരിക്കാം, സ്വാലോ പറഞ്ഞു. എന്തുകൊണ്ടാണ് സ്വാലോ അങ്ങനെ തീരുമാനിച്ചത്? The happy prince asked the swallow to help a poor writer who is fainted with hunger. ഹാപ്പി പ്രിൻസ് ചോദിച്ചു, ഒരു പാവപ്പെട്ട എഴുത്തുകാരനുണ്ട്, അയാൾ വിശന്ന് തളർന്നിരിക്കുകയാണ്, അയാളെ സഹായിക്കാമോ എന്ന്. ഹി വാസ് ട്രൈങ് ടു ഫിനിഷ് ഹിസ് പ്ലേ. അയാൾ തൻ്റെ നാടകം എഴുതി തീർക്കാനുള്ള ശ്രമത്തിലാണ്. So the swallow decided to stay one more night longer with the happy prince. 15th question. Why didn't the writer notice the swallow? എന്തുകൊണ്ടാണ് ആ റൈറ്റർ, എഴുത്തുകാരൻ, സ്വാലോയെ ശ്രദ്ധിക്കാതിരുന്നത്? The writer was fainted with hunger. He was leaning over the desk. ആ എഴുത്തുകാരൻ വിശന്നിരിക്കുകയായിരുന്നു, വിശന്നിരുന്ന് ആ ഡെസ്കിന് ചാരിയിരിക്കുകയായിരുന്നു. So he didn't notice the swallow. Why did the writer think that he was being too appreciated? എന്തുകൊണ്ടാണ് ആ റൈറ്റർക്ക് അയാൾ അഭിനന്ദിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നിയത്? When the writer saw the sapphires, the writer thought that he was being appreciated by some great admirer. Why did the swallow want to leave the city? എന്തുകൊണ്ടാണ് സ്വാലോയ്ക്ക് ആ സിറ്റി വിട്ടു പോകേണ്ടിയിരിക്കുന്നത്? ഇറ്റ് ഈസ് വിൻ്റർ ആൻഡ് ചിൽ സ്നോ വുഡ് സൂൺ ബി ദർ, സോ ഹി ഡിസൈഡഡ് ടു ലീവ് ദ സിറ്റി. ഹൂ ഡിഡ് ദ പ്രിൻസ് വിഷ് ടു ഹെൽപ്പ് ദിസ് ടൈം? ആരെയാണ് അടുത്തതായി ഹാപ്പി പ്രിൻസ് സഹായിക്കാൻ ആഗ്രഹിച്ചത്? This time the prince wished to help a match girl. She had let her matches fall in the gutter and they all spoiled. Her father would beat her if she does not bring some money. Pick out the sentence that tells us that the swallow has good heart. സ്വാലോയ്ക്ക് നല്ലൊരു ഹൃദയമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സെൻറ്റൻസ് എടുത്തെഴുതുക. യു ആർ ബ്ലൈൻഡ് നൗ, ഐ വിൽ സ്റ്റേ വിത്ത് യു ഓൾവേസ്. നിങ്ങളിപ്പോൾ പൂർണ്ണമായും അന്ധനാണ്, ഞാൻ നിന്നോടൊപ്പം തന്നെ താമസിക്കാം. വാട്ട് സൈറ്റ്സ് ദ സ്വാലോ ഡിഡ് സീ ഇൻ ദ ഗ്രേറ്റ് സിറ്റി? എന്തെല്ലാം കാഴ്ചകളാണ് സ്വാലോ ആ വലിയ നഗരത്തിൽ കണ്ടത്? ദ സ്വാലോ സോ ദ റിച്ച് മേക്കിംഗ് മെറി വൈൽ ദ beggars were sitting at their gates. He flew into dark lanes and saw the white faces of starving children. 21st question. Did the god given by the prince make the people in the city happy? How do we know? അതായത് ഈ ഗോൾഡ് പെൻസ് കൊടുക്കുന്നതിലൂടെ ആ നഗരത്തിലെ ആളുകൾ ഹാപ്പിയാകുമോ? എങ്ങനെ അത് നമുക്കറിയാൻ കഴിയും? ചിൽഡ്രൻസ് ഫേസസ് ഗ്രീവ് റോസിയർ ആൻഡ് ദേ ലാഫ്ഡ് ആൻഡ് പ്ലേഡ് ഗെയിംസ് ഇൻ ദ സിറ്റി. They cried that they got money for the food. 22nd question.
It is not to Egypt that I am going. Where did the swallow go? ഞാൻ ഈജിപ്തിലേക്കല്ല പോകുന്നത്. സ്വാലോ പറഞ്ഞതാണ്. എങ്ങോട്ടാണ് സ്വാലോ പോയത്? The swallow fell down at the feet of the happy prince and died. The swallow mentioned about his own death. What happened to the prince? പ്രിൻസിന് എന്ത് സംഭവിച്ചു? At the moment the swallow died, a curious crack sounded inside the statue, as if something had broken. The leaden hat had snapped the right in two. Why did the mayor decide to pull down the statue? എന്തുകൊണ്ടാണ് ആ സ്റ്റാച്യു വലിച്ചെറിയാൻ മേയർ തീരുമാനിച്ചത്? The mayor saw the statue of Happy Prince. It looked so shabby. There is a dead bird at his feet. The mayor said that the Happy Prince is no longer beautiful and he is no longer useful. So the mayor decided to pull down the statue of Happy Prince.